I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in... Most welcome dear ones. നമ്മൾ എവിഡൻസ് ആക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫാക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ, പിന്നെ റിലവൻറ്റ് ഫാക്റ്റ് പറയാമെന്നാണ് പറഞ്ഞത്. അതിൽ ഫാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. ഫാക്റ്റ് മീൻസ് എനിത്തിങ്, സ്റ്റേറ്റ് ഓഫ് തിങ്സ്, റിലേഷൻ ഓഫ് തിങ്സ് വിച്ച് ആർ പെർസീവ്ഡ് ബൈ ദ സെൻസസ് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ക്ലോസ് എനി മെൻ്റൽ കണ്ടീഷൻ of which any person is conscious എന്നുള്ളതാണ്. ആ രണ്ടാമത്തെ ക്ലോസ് എനി മെൻ്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻലാലിൻ്റെയും സുകുമാർ അഴീക്കോടിൻ്റെയും കഥ മനസ്സിൽ വെച്ചിട്ട് വേണം അതിനെ കൺസിഡർ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കും, പെട്ടെന്ന് അത് എന്താണെന്നുള്ളത് മനസ്സിലോട്ട് ഓർമ്മ വരും. ഇതിനടുത്ത് ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണ്, തർക്കമാണെന്നൊന്നും ആരും വിചാരിച്ച് കളയണ്ട. ഇറ്റ് ഈസ് എ സെറ്റിൽഡ് പൊസിഷൻ, വെരി സിമ്പിൾ. അതിനെ അങ്ങനെ വേണം മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതിലാണ് പറഞ്ഞത് കോടതിയുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഫിക്സ് ചെയ്യലാണ് കോടതിയുടെ പണി എന്ന് ഞാൻ പറഞ്ഞത്. റൈറ്റ്, ലയബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി. ഈ റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ നോൺ, ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇത് മനസ്സിലുണ്ടാവുക. റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി, ആ മൂന്നെണ്ണം മനസ്സിലുണ്ടല്ലോ. ഇതിൻ്റെ പല വകഭേദങ്ങളാണ് ഈ സാധനം. നേച്ചർ, റൈറ്റിൻ്റെ നേച്ചർ, പല രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ആ റൈറ്റിൻ്റെ നേച്ചർ എന്ന് സിവിൽ റൈറ്റ് ആവാം, ചിലപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആവാം, ചിലപ്പോൾ അത് ലീഗൽ റൈറ്റ് ആവാം, ചിലപ്പോൾ അത് എന്താ പറയുക ഈസ്മെൻറ്റ് റൈറ്റ് ആവാം. അങ്ങനെ റൈറ്റ് എന്നാണ് അവകാശം എന്ന് പല രീതിയിലാകാം. ഈ റൈറ്റ് എന്ന് ഇപ്പം വഴി നടക്കാനുള്ള അവകാശം, ഒരാൾക്ക് വഴി നടക്കാനുള്ള അവകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കൂടെ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താ പറയുക മതിൽ കെട്ടാനോ വഴി അടച്ചു കെട്ടാനോ ചിലപ്പോൾ പറ്റില്ല. അയാൾക്ക് വഴി നടക്കാം, അത് അയാളുടെ സ്വന്തമാക്കി വെക്കാൻ പറ്റില്ല, അയാളുടെ സ്വന്തം ആവില്ല. അയാൾക്ക് വഴി നടക്കാനുള്ള അവകാശം അത് കൂടെ വഴി കൂടെ നടന്നു പോവാം. വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചുകൊണ്ടാവാം, മറ്റേ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ വലിക്കാം, കേബിളിൻ്റെ ലൈൻ വലിക്കാം, വാഹനങ്ങൾ കൊണ്ടുപോകാം. വഴി നടക്കാതെ തന്നെ സ്വാഭാവികമായിട്ടും വാഹനങ്ങളും കൂടെ അതിൽക്കൂടെ. അപ്പം അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അത്രയാണ്. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് അത് വരെയാണ്. നേച്ചർ, എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് അത് വരേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിനെ മതിലൊക്കെ കെട്ടി ആ വഴി നടക്കാൻ, ആ വഴി തുടങ്ങണേൻ്റെ അവിടെ മെയിൻ റോഡിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഗേറ്റ് വയ്ക്കുക, അത് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആയിരിക്കും. അയാൾ എന്താ പറയുക വകവെച്ച് തന്നതാണ് നമുക്ക് വഴി നടക്കാനുള്ള അവകാശം. അല്ലെങ്കിൽ അയാൾ ആ റൈറ്റ് നമുക്ക് മുമ്പേ തന്നിട്ടില്ല, അത് വഴി നടക്കാൻ തന്നെ പറ്റുള്ളൂ, നമുക്ക് അവിടെ വെച്ച് അടക്കാൻ പറ്റില്ല. കാരണം അയാൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വഴി, അയാൾക്കും നിങ്ങളെപ്പോലെ തന്നെ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻറ്റ്, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ്. ഈ റൈറ്റിൻ്റെ റൈറ്റ്, അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ് ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു റൈറ്റിൻ്റെ നേച്ചർ, എക്സ്റ്റെൻറ്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ ഒരു ലയബിലിറ്റിയുടെ നേച്ചർ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സിവിൽ ലയബിലിറ്റി. അപ്പോൾ ഒരാൾ കാശ് കടം വാങ്ങിച്ചു, 10,000 രൂപ കടം വാങ്ങിച്ചു, ഒരു പ്രോമിസ് നോട്ട് എഴുതി കൊടുത്തു. പ്രോമിസ് നോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ തിരികെ കിട്ടാതെ ഇപ്പോൾ കേസ് കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, കോടതി വിധി പറയും. അതായത് ഇയാൾക്ക് ഈ മുതലും പലിശയും കൂടി തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്, വാദിക്കുക. അതാണ് അയാളുടെ റൈറ്റ്. ഇവിടെ ലയബിലിറ്റി വരും. പ്രതിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നു, ലയബിലിറ്റി വന്നു. എന്താ ലയബിലിറ്റി? ഈ 10,000 രൂപയും പലിശയും കൂടി തിരിച്ചു കൊടുക്കണം. അതാണ് അയാളുടെ ലയബിലിറ്റി. അത് സിവിൽ ലയബിലിറ്റി.
ചില സാഹചര്യങ്ങളിൽ ഈ ലയബിലിറ്റിയുടെ നേച്ചർ എന്ന് പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റി ആയി പോകും. ചാരായം മാറ്റി, എന്താ ലയബിലിറ്റി? ക്രിമിനൽ ലയബിലിറ്റി. അത് കുറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്കാരി ആക്ടിന്റെ സെക്ഷൻ 8 പറയുകയാണ് ചാരായം ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ്? കുറേ വാക്കുകൾ നമ്മളവിടെ കാണും. എന്താണ്? പൊസഷൻ, പ്രൊഡക്ഷൻ, അല്ലെ, മാനുഫാക്ചറിങ്, മാനുഫാക്ചറിങ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ അവിടെ കാണാം. ഇതെല്ലാം എന്താണ്? കുറ്റാണ്. അപ്പൊ അങ്ങനെ അത് ഏതെങ്കിലും ചെയ്താൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി. അതുപോലെ തന്നെ ഡിസബിലിറ്റി. ഇപ്പൊ ഡിസബിലിറ്റിയുടെയും നേച്ചർ, എക്സ്റ്റന്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ്. അപ്പൊ നോക്കൂ, വളരെ സിമ്പിളാണ്. അപ്പോ കോടതികൾ ഒരു റൈറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ ഡിസബിലിറ്റിയുടെയോ നേച്ചർ, എക്സ്റ്റന്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ് എന്നിവ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാണ്, എന്താണോ മിനിമം പ്രൂവ് ചെയ്യേണ്ടത് അതിനെയാണ് എന്ത് പറയുന്നത്? ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താണോ മിനിമം പ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കാണുന്നത് നെസസറിലി ഫോളോസ് ആണ്. നെസസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതിൽ ഒരു ഒഴിവുമില്ല. നെസസറിലി ഫോളോസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വെള്ളം ചേർക്കലും നടക്കില്ല. അപ്പം മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം ഉണ്ടായി മതിയാകൂ, അതല്ലെങ്കിൽ അത് നിൽക്കില്ല, ആ കേസ് പോയി കിട്ടും. അപ്പൊ മിനിമം പ്രൂവ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഫാക്ട്സ് ഇൻ ഇഷ്യൂ ശ്രദ്ധിക്കണം. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കെടുക്കുകയാണ്. അപ്പൊ ലോകത്തുള്ളത് എല്ലാം ഫാക്റ്റാണ്. നമ്പർ ഓഫ് ഫാക്ട്സ് ആർ ദ. ഈ ലോകത്ത് കാണുന്ന ഈ ഭൂഗോളത്തിന്റെ പുറത്ത്, ഇനി സൗരയൂഥത്തിൽ അങ്ങേയറ്റത്ത് അവിടെ കിടക്കുന്നത് പോലും ഫാക്റ്റാണ്. സോ എ നമ്പർ ഓഫ് ഫാക്ട്സ് ആർ ദ. ഇതെല്ലാം കോടതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അതിലോട്ട് നീ ചുരുക്കി കൊണ്ടുവരാണ്. അപ്പൊ കോടതിയിലേക്ക് എന്തേ കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഇനി പറയാൻ പോണ റിലവന്റ് ഫാക്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, സെക്ഷൻ 5 അതാ പറയുന്നത്. അപ്പൊ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ഫിക്സിംഗ് ദി നേച്ചർ, എക്സ്റ്റന്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് എനി റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി, വാട്ട് ഈസ് ടു ബി മിനിമം പ്രൂവ്ഡ്, വാട്ട് ഈസ് ടു ബി നെസസറിലി ഫോളോഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഒരു തർക്കമില്ല. ഇപ്പം എന്താ തർക്കം? ഇപ്പോഴും നിങ്ങൾക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ള എനിക്കറിയാം. പക്ഷെ എന്തായാലും ഏകദേശം ഒരു ഐഡിയ, ഇതിൽ പറയുന്ന ഡെഫിനിഷനെങ്കിലും ഐഡിയ ആയല്ലോ. അതായത് അറ്റ് ദ ടൈം ഓഫ് ഫിക്സിംഗ് നേച്ചർ, എക്സ്റ്റന്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് എനി റൈറ്റ്, ലയബിലിറ്റി, ഡിസബിലിറ്റി, വാട്ട് ഈസ് ടു ബി മിനിമം പ്രൂവ്ഡ്, വാട്ട് ഈസ് ടു ബി നെസസറിലി ഫോളോഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ. ഒരിക്കലും കൂടി ഞാൻ എക്സാമ്പിൾസ് പറയുമ്പം നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാവും. അതായത് മിനിമം പ്രൂവ് ചെയ്യേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എക്സാമ്പിളായിട്ട് പറയണേ, എ സ്റ്റാബ്ഡ് ബി ആൻഡ് ബി ഡൈഡ്. എ എന്ന് പറയുന്ന ആളെ കത്തി എടുത്തിട്ട് ബി എന്ന് പറയുന്ന ആളെ കുത്തി, ബി മരിച്ചു. ഇന്ത്യൻ പീനൽ കോഡിലെ 302 എന്ന് പറയുന്ന വകുപ്പ് ഇട്ടിട്ട് നമ്മൾ അയാളെ ബുക്ക് ചെയ്തു. 302 കൊലപാതകം. അങ്ങനെ കേസ് വന്നു. നമ്മൾ എന്താ മിനിമം ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാ. 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബി എന്ന് പറയുന്ന ആൾ മരിച്ചു, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എ സ്റ്റാബ്ഡ് ബി ആണ് രണ്ടാമത്തെ കാര്യം. ദാറ്റ് മീൻസ് ആക്ടസ് റിയസ്, ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി. മൂന്നാമത്തെ ഈസ് ഹാവിങ് ദ ഇന്റൻഷൻ ടു കിൽ ബി. അതായത് എ സ്റ്റാബ്ഡ് ബി, ബി ഡൈഡ് എന്ന് പറയുമ്പോൾ എ ഷുഡ് ഹാവ് ദ ഇന്റൻഷൻ ടു കിൽ ബി, അതല്ലെങ്കിൽ പോയി. ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാളാണ്, അയാൾ കത്തിയെടുത്ത് ഒരു കുത്തി. ഈ ഡസൻ നോ, അയാൾക്ക് അറിയില്ല, അയാൾക്ക് മെന്റൽ ഇന്റൻഷൻ ഇല്ല. ഇപ്പൊ മെന്റൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. അതായത് ഒരു ക്രൈം ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഒഫൻസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. ഒന്ന് ആക്ടസ് റിയസ്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ആവാം, നെഗറ്റീവായിട്ടുള്ള ആക്ഷൻ ആവാം. പോസിറ്റീവായിട്ടുള്ള ആക്ഷനാണ് ഞാൻ പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ എ കത്തിയെടുത്ത് ബീനെ കുത്തുക എന്നത് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ. നെഗറ്റീവായിട്ടുള്ള ആക്ഷൻ എങ്ങനെയാ പറയാ? നെഗറ്റീവായിട്ടുള്ള, ഇപ്പൊ ചെറിയൊരു കുട്ടിയുണ്ട്, 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുട്ടി മരിച്ചു. അപ്പൊ പട്ടിണിക്കിട്ട് അങ്ങനെയും വേണമെങ്കിൽ കൊല്ലാം. ഭക്ഷണം കൊടുക്കാതെ ആ കുട്ടി ഒരിക്കലും കുറച്ചൊക്കെ നിലവിളിക്കും, പിന്നെ കഴിയുമ്പോൾ നിലവിളി നിൽക്കും. ഭക്ഷണം കിട്ടാണ്ട് ആദ്യമൊക്കെ കുറച്ച് നിലവിളിക്കും, പിന്നെ നിലവിളി നിൽക്കും. ആ കൊച്ചിന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് നെഗറ്റീവായിട്ടുള്ള ആക്ടാണ്. നമ്മൾ കൊടുക്കാതിരിക്കുക. എന്താണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാണ്ടിരിക്കുക.
അങ്ങനെ ആയാലും മതി. അതും കൊലപാതകം തന്നെയാണ്, കൊടുക്കാതെ അങ്ങനെ കൊച്ചു മരിച്ചു കഴിഞ്ഞു. സോ അപ്പോൾ ആക്ടസ് റിയസ് എന്നാണ്, ആക്ടസ് റിയസ് നോൺ ഫാസിറ്റ് നിസി മെൻസ് സിറ്റ് റിയ എന്നിട്ടൊരു ഒരു മാക്സിമം ഉണ്ട് നിയമത്തിൽ. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടസ് റിയസ് മാത്രം ഉണ്ടായാൽ പോരാ, പ്രവൃത്തി മാത്രം ഉണ്ടായാൽ പോരാ, മെൻ്റൽ ഇൻറ്റൻഷനും കൂടി വേണം. മെൻ്റൽ ഇൻറ്റൻഷനും കൂടി ഉണ്ടെങ്കിൽ ക്രൈം നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ഒഫൻസ് ആവണമെങ്കിൽ എന്ത് വേണം? മെൻ്റൽ ഇൻറ്റൻഷൻ വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണും ഇൻറ്റൻഷനലി, വിത്ത് നോളജ്, വിത്ത് വിൽ, അല്ലെങ്കിൽ വിത്ത് വൊളീഷൻ, അല്ലെങ്കിൽ നെഗ്ലിജൻ്റലി, അല്ലെങ്കിൽ വിത്ത് നോളജ്, അല്ലെങ്കിൽ റെക്കലെസ്നെസ്, വിത്ത് റെക്കലെസ്നെസ്, ഇങ്ങനെയുള്ള ചില വാക്കുകളാണ്. ഈ വാക്കുകളാണ് മിക്കവാറും ഇൻറ്റൻഷൻ എന്നാണ്. ഇൻറ്റൻഷനലി, ഈ ഇൻറ്റൻഷനലി ആക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്രിമിനല് എങ്ങനെ ഇൻറ്റൻഷനലി ആക്ട് ചെയ്യണം. അയാൾ ഇൻറ്റൻഷനലി ആക്ട് ചെയ്താലേ ഇത് നിൽക്കത്തുള്ളൂ, ക്രൈം ആവത്തുള്ളൂ, അല്ലെങ്കിൽ ക്രൈം ആവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളെ പ്രൂവ് ചെയ്യണ്ടോ നോക്കി നോക്കൂ. എ സ്റ്റാബ്ഡ് ബി, എ ഈസ് ഹാവിങ് ദ ഇൻറ്റൻഷൻ ടു കിൽ ബി, ആൻഡ് ബി ഡൈഡ്. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതി, അയാളെ ശിക്ഷിക്കാൻ കോടതിക്ക്, ക്രിമിനൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യാം. ഇതാണ് മിനിമം പ്രൂവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇത്രയും പ്രൂവ് ചെയ്താൽ മതി, ഇത്രയും പ്രൂവ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നോക്കൂ, ഇതിനെ ഇനി ഇത്രയും കൂടി ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ്റെയും ഇൻഗ്രീഡിയൻസ് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സെക്ഷൻ വായിക്കുന്നു. ഇപ്പം അബ്കാരി ആക്ടിൻ്റെ സെക്ഷൻ 8, ചാരായം എന്ത് ചെയ്യാൻ പാടില്ല? മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല, പൊസഷൻ പാടില്ല, അതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രാൻസിറ്റ് ചെയ്യാൻ പാടില്ല. ഈ വാക്കുകളൊക്കെ നിങ്ങൾ അബ്കാരി ആക്ട് എടുക്കുമ്പോൾ പഠിക്കാനുള്ള വാക്കുകളാണ്, ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. സോ ഡിയർ വൺസ്, ഇത് ഏതെങ്കിലും ചെയ്താൽ അയാൾ എന്താണ്? അയാൾ ക്രിമിനലി ലയബിൾ ആണ്. ഇത് നോക്കി നോക്കൂ, ഒരാൾ, നിങ്ങൾ ഒരു റെയ്ഡിന് വന്നപ്പോൾ ഒരാളുടെ കൈവശത്തിൽ എന്ത് ചാരായം കണ്ടു എന്നിരിക്കും. ചാരായം കണ്ടു, എന്താ ഇപ്പോൾ പിന്നെ ചെയ്യുക? നിങ്ങൾ സ്വാഭാവികമായിട്ട് അയാളുടെ പൊസഷനിൽ നിന്ന് നമ്മൾ അത് എടുക്കുന്നു. അപ്പോൾ അയാളിൽ പൊസഷൻ ഉണ്ടായാൽ മതി, ആണ് ഒന്നാമത്തെ കാര്യം. ആ പൊസഷൻ ഇൻറ്റൻഷണൽ പൊസഷൻ ആയിരിക്കണം. പൊസഷൻ ഇൻറ്റൻഷണൽ പൊസഷൻ ആയിരിക്കണം. അത് സ്വാഭാവികമായിട്ടും എക്സൈസുകാരെ അവിടെ നിന്ന് വരണുണ്ട്. അപ്പോൾ അപ്പുറത്തിൽ കൂടെ ഒരുത്തൻ ജഗ്ഗിലുണ്ടായിരുന്ന ചാരായ ഇയാളുടെ വീടിൻ്റെ പുറകുവശത്ത് വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ സംഗതി ഇയാളുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അയാൾ ഉണ്ടാക്കിയതുപോലെ അയാളുടെ പൊസഷനിൽ പോലെ ആകും. പക്ഷേ അത് ഇൻറ്റൻഷണൽ പൊസഷൻ ആണോ? അല്ല, മറ്റൊരാളുടെ വീട്ടിൽ ഉള്ള സാധനമാണ് ഇവിടെ കൊണ്ടു വെച്ചത്. നമ്മൾ പിടിക്കുമ്പോൾ ഇയാളെയാണ് അത് കിട്ടുന്നത്. ഇയാൾ പറയുന്നത് ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും എടുക്കുന്നത്, ഏത് രീതിയിൽ വന്നതാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻറ്റൻഷണൽ പൊസഷനാണ്. അയാൾ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് അയാളുടെ ആവശ്യത്തിന് അയാൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ അയാൾ മാനുഫാക്ചർ ചെയ്തതായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതൊന്നും പോരാ, ഇത് ചാരായം തന്നെയാണെന്ന് ഉറപ്പിക്കണം. അതിനാണ് കെമിക്കൽ എക്സാമിനേഷന് വിടണം. കെമിക്കൽ എക്സാമിനേഷന് പോയിട്ട് ഇത് ചാരായമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വരണം കെമിക്കൽ അനാലിസിസ് ലാബിൽ നിന്ന്. അത്ര ആയിക്കഴിഞ്ഞാൽ ഏത് നിൽക്കുള്ളൂ? സെക്ഷൻ 8 നിൽക്കുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പോരെ? ഏതൊക്കെയാണ്? പൊസഷൻ ഉണ്ടാവുക, ആ പൊസഷൻ ഇൻറ്റൻഷണൽ ആവുക, ദെൻ അത് ചാരായം തന്നെയായിരിക്കും. ഈ 3 കാര്യങ്ങളെ നമുക്ക് പ്രൂവ് ചെയ്യണ്ടോ. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ ദ കോർട്ട് ക്യാൻ ഫിക്സ് ദ ക്രിമിനൽ ലയബിലിറ്റി. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ വളരെ സിമ്പിൾ അല്ലേ ഈ പറഞ്ഞ കാര്യം? അപ്പോൾ ഓരോ സെക്ഷൻ്റെയും ഇൻഗ്രീഡിയൻസ് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഏതൊരു സെക്ഷൻ, ഇന്ത്യൻ പീനൽ കോഡ് ആവട്ടെ, അബ്കാരി ആക്ട് ആവട്ടെ, NDPS ആക്ട് ആവട്ടെ, കോർട്ട് പേ ആകട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആവട്ടെ, അതല്ലെങ്കിൽ മറ്റേ ഈ ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻ ആക്ട് ആവട്ടെ, അതല്ലെങ്കിൽ പോലീസ് ആക്ട് ആവട്ടെ, നമ്പർ ഓഫ് ആക്ട്സ് നമുക്ക് തന്നെ അറിയില്ല എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ദിവസം നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്പർ ഓഫ് ആക്ട്സ് ആണ്. അതിൽ ഏതെടുത്താലും നമ്മൾ എന്ത് കാര്യങ്ങൾ അതിൻ്റെ ആ സെക്ഷൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. സിമ്പിളായില്ലേ ഇപ്പോൾ കാര്യം? അപ്പോൾ ഇവിടെ വല്ല തർക്കമുണ്ടോ? ഇറ്റ്സ് എ സെറ്റിൽഡ് പൊസിഷൻ. കാരണം എന്താണ്? ഓരോ സെക്ഷനും വായിച്ചു നോക്കിയാൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വായിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. അതിന് സിമ്പിൾ അല്ലേ?
പിന്നെന്തോ തർക്കം? ഒരു തർക്കവുമില്ല യഥാർത്ഥത്തിൽ. വാക്സിൻ ഇഷ്യൂ എന്ന് പറയണമെന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ വലിയ തർക്കമാണെന്ന്. ഒരു തർക്കമില്ല. ഇത് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസസറിലി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വാട്ട് ഈസ് ടു ബി മിനിമം പ്രൂവ്ഡ് ആണ് ഏത് പറയുന്നത്? ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഫാക്ട്സ് എന്താണെന്ന് കണ്ടു, ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ കണ്ടു. സോ വാട്ട് ഈസ് ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ? അറ്റ് ദ ടൈം ഓഫ് ഫിക്സിംഗ് ദി നേച്ചർ, എക്സ്റ്റെന്റ്, എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് എനി റൈറ്റ്, ലയബിലിറ്റി ഓർ ഡിസബിലിറ്റി, വാട്ട് ഈസ് ടു ബി മിനിമം പ്രൂവ്ഡ് ഓർ വാട്ട് ഈസ് ടു ബി നെസസറിലി ഫോളോഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ്. ഓക്കെ ആണല്ലോ? അടുത്തതിലോട്ട് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലവൻ്റ് ഫാക്റ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ കേൾക്കുമ്പോൾ ഇതാണ് പ്രശ്നം തോന്നും. ഈ ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് പ്രശ്നം തോന്നും. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമില്ല. കാരണം ഇത് സെറ്റിൽഡാണ്. ഓരോ സെക്ഷൻ്റെയും ഇൻഗ്രീഡിയൻസാണ്. പക്ഷേ റിലവൻ്റ് ഫാക്റ്റ് അങ്ങനെയല്ല. സിമ്പിളാണ് ഡെഫിനിഷനൊക്കെ. പറയട്ടെ എന്താണ് റിലവൻ്റ് ഫാക്ട് എന്ന് പറഞ്ഞാൽ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയാൻ പോകും ഏതൊക്കെ റിലവൻ്റ് ഫാക്റ്റുകളാണ്. അങ്ങനെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏതെല്ലാം ഫാക്റ്റുകളെ റിലവൻ്റ് ആണെന്ന് പറയുന്നുവോ അതെല്ലാം റിലവൻ്റ് ആണ്, അതല്ലാത്ത ഒന്നും റിലവൻ്റ് അല്ല. വെരി സിമ്പിൾ. Those facts which are qualified by the Indian Evidence Act as relevant are relevant. Simple. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏതെല്ലാം ഫാക്റ്റുകളെ റിലവൻ്റ് ആണ് എന്ന് പറയുന്നുവോ അതെല്ലാം റിലവൻ്റ് ആണ്, അതല്ലാത്ത ഒന്നും റിലവൻ്റ് അല്ല. അപ്പൊ എവിടെ പറയും? സെക്ഷൻ 6 തുടങ്ങി പറയാൻ പോവാണ് ഇതൊക്കെ റിലവൻ്റ് ആണ്, റിലവൻ്റ് ആണ്, റിലവൻ്റ് ആണ്, റിലവൻ്റ് ആണെന്ന്. കുറച്ച് കഴിയുമ്പോൾ എവിഡൻസ് ആക്ട് പറയും ഇതൊന്നും റിലവൻ്റ് അല്ല, റിലവൻ്റ് അല്ല, റിലവൻ്റ്. കഴിഞ്ഞു. അതോടുകൂടി എവിഡൻസ് ആക്ട് ക്ലോസ്. അത്രയാണ് മെയിനായിട്ട് അതിൽ പഠിക്കാനുള്ളത്. സോ ഡിയർ വൺസ്, 3 എണ്ണം നമ്മൾ കണ്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് മുഴുവൻ ഇതാണ്. സോ നമ്മൾ ഈ മുച്ചക്രത്തിന്റെ ചുറ്റുമാണ് തിരിയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഫാക്ട്, ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ ആൻഡ് റിലവൻ്റ് ഫാക്ട്. സിമ്പിളാണ്. ഫാക്ട് എന്താണെന്ന് മനസ്സിലുണ്ട്. ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞോട്ടെ. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഫാക്ട് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. പറഞ്ഞു നോക്കണം ഒപ്പം. അതായത് എനിത്തിങ്, സ്റ്റേറ്റ് ഓഫ് തിങ്സ്, റിലേഷൻ ഓഫ് തിങ്സ് വിച്ച് ആർ പെർസീവ്ഡ് ബൈ ദ സെൻസസ്. സെക്കൻഡ് ക്ലോസ്, എനി മെന്റൽ കണ്ടീഷൻ of which any person is conscious. That is what is fact. Then we have seen what is facts and issue. At the time of fixing the nature, extent, existence, non-existence of any right, liability or disability, what is to be minimum proved, that is what is facts and issue. What is relevant fact? Relevant fact means those facts which are qualified by the Indian Evidence Act as relevant are relevant. ഏതെല്ലാം ഫാക്റ്റുകളെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിലവൻ്റ് ആണെന്ന് പറയുന്നുവോ അതെല്ലാം റിലവൻ്റ് ആണ്, അതല്ലാത്തൊന്നും റിലവൻ്റ് അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നെങ്കിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലണ്ടിലെ ലോജിക്കലി റിലവൻ്റ് ആയാൽ മതി ഒരു ഫാക്ട്, കോടതിക്ക് അവിടെ സ്വീകരിക്കാം എവിഡൻസ് ആയിട്ട്. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ എന്ത് വേണം? ലീഗലി റിലവൻ്റ് ആവണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയണം ഇത് റിലവൻ്റ് ആണെന്ന്, എന്നാലേ കോടതിക്ക് അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏതെല്ലാം റിലവൻ്റ് അല്ല എന്ന് പറയുന്നുവോ അതൊന്നും കോടതിക്ക് സ്വീകരിക്കാനും പറ്റും. ഇനി ആണെന്ന് പറയണം, പോസിറ്റീവായിട്ട് ഇതൊക്കെ റിലവൻ്റ് ആണ്, റിലവൻ്റ് ആണ്, റിലവൻ്റ് ആണെന്ന് പറഞ്ഞത് മാത്രമേ കോടതിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അവിടെ 1984 ബ്രിട്ടനിലെ പോലീസ് ആൻഡ് ക്രിമിനൽ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോജിക്കലി റിലവൻ്റ് ആണെങ്കിലും ആക്സെപ്റ്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? ലീഗലി റിലവൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സംവിധാനം അവരുടെ സംവിധാനം നമ്മുടെ വ്യത്യാസം. ലീഗലി റിലവൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയണം റിലവൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? മുന്നോട്ട് പോവാം. അപ്പോൾ ഫാക്ട്, ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ, റിലവൻ്റ് ഫാക്ട്, ഇത് നമ്മുടെ മുന്നിലുണ്ട്. ഇനി സെക്ഷൻ 4ൽ നമുക്കൊരു 1-2 പോളിസികളും പ്രിൻസിപ്പിൾസും കൂടി പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരോട്ട് അങ്ങോട്ട് പോകാം. സെക്ഷൻ 4ൽ നോക്കൂ, ശ്രദ്ധിക്കേണ്ടത് 2-3 തരത്തിലുള്ള ഷാൾ പ്രസ്യൂം, അതുപോലെ തന്നെ പ്രിസംഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞ കൺക്ലൂസീവ് പ്രൂഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പ്രിസംഷൻ. പ്രിസംഷൻ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രസ്യൂം ചെയ്യുക? പ്രസ്യൂം ചെയ്യുക എന്നാണ് വാക്ക് കേട്ടിട്ടുണ്ട്. പ്രിസംഷൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ? സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ കണക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം.
സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ദർ ഈസ് എ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഇത് 60 ഇതും 60 ഇത് എത്രയായിരിക്കും? ഇത് 60. ഈ രണ്ട് ആംഗിളുകളും 60 ഇതും 60. കാരണം എന്താ? മൊത്തം ഇതിന് 180 പറ്റുള്ളൂ. അപ്പോൾ ഇത് 60 ഇത് 60 120 ഇവിടെ വന്നു. ബാക്കിയുള്ള 60 ഇവിടെ ഉണ്ടാവുള്ളൂ. എന്നാ ഇറ്റ് ഈസ് എ പ്രിസംഷൻ. പ്രിസംഷൻ എന്ന് പറയണത് സിമ്പിൾ. ഇനി നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ പോയി കഴിഞ്ഞാൽ ന്യായശാസ്ത്രക്കാരെ വീണ്ടും എടുത്താൽ അതിൽ അറിവുണ്ടാവാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ വഴി എന്താ പറഞ്ഞത്? പ്രത്യക്ഷം. രണ്ടാമത്തേതാണ് അനുമാനം. മൂന്നാമത്തേത് ഉപമാനം. നാലാമത്തേത് ശാബ്ദം. ഇങ്ങനെ 4 കാറ്റഗറിയിൽ അറിവുണ്ടാകാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ അനുമാനം ഞാൻ പറയാം. ഉപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമിപ്പിച്ചിട്ട് പറയാം. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവുണ്ടാക്കാനായിട്ട് നമുക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ചിലതിനോട് ഉപമിപ്പിച്ചിട്ട് പറയാൻ പറ്റും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടുകോഴി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാം? നാട്ടിലെ ഒരു കോഴീനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഏകദേശം ഇതുപോലെ ഇരിക്കും കാട്ടിലെ കോഴി എന്ന് പറയാം. അതാണ് ഉപമാനം. അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഒരു അറിവ് വരും. ഇത് നാട്ടിലത്തെ കോഴിയാണ്, കാട്ടിലത്തെ കോഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത്രയും കൂടെയൊക്കെ വലിപ്പം കാണും കാട്ടിലെ കോഴിയല്ലേ. അപ്പോൾ കാട്ടുകോഴിക്ക് ഇതിനെക്കാട്ടിലും വേണമെങ്കിൽ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകും. അതുപോലെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോത്തിനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് പറയുക ഇതുപോലെയൊക്കെ ഇരിക്കും കാട്ടിൽ. അതാണ് ഉപമാനം. പിന്നെ ശാബ്ദം എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ അത് ആ ഫിലോസഫി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്നുള്ള പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം. ശാബ്ദം എന്ന് പറഞ്ഞാൽ ചിലതൊന്നും അവരുടെ ഫിലോസഫിയാണ് പറയണത്, ചിലതൊന്നും ചോദിക്കാൻ പാടില്ല. തിരിച്ചു ചോദിക്കലൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ. അത് പലതും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൈത്രിയോപനിഷത്തിൽ പറയുന്നുണ്ട്, അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം, അത് മാൻഡേറ്ററി. ഗുരുദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയല്ലേ എന്ന് പറയണം. അതൊരു പ്രിൻസിപ്പിളാണ്. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. അതിനങ്ങനെ തിരിച്ച് ചോദ്യമൊന്നുമില്ല. എന്താ ഇപ്പോൾ ഗുരുദക്ഷിണ കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ടല്ലോ, അത് വേറെ കാര്യമല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അച്ഛനമ്മമാരെയൊക്കെ, അതായത് കാരണവന്മാരെയൊക്കെ വേണ്ട രീതിയിൽ പരിപാലിക്കണം. തൈത്തിരീയോപനിഷത്ത് പറയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അനുരൂപയായ സ്ത്രീയെ വിവാഹം കഴിക്കണം. അനുയോജ്യരായ എന്നല്ല പറഞ്ഞാൽ അനുരൂപയായ. സംസ്കൃതത്തിലെ യുജ് ധാതുവിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്നൊരു അർത്ഥമുണ്ട്. അതിന് അനുയോജ്യരായ വധൂവരന്മാർ എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും പറയാൻ പാടില്ല എന്ന് സാധാരണ പറയുക. അനുയോജ്യരായ വധൂവരന്മാർ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരായ വധൂവരന്മാർ എന്ന് അർത്ഥം വരുത്തത് എന്നൊരുത്തൻ ഗണിച്ചുണ്ടാക്കി പറഞ്ഞു. ഞാൻ ചുമ്മാ അത് പറഞ്ഞു എന്ന് മാത്രമല്ല. എന്തായാലും അവരവിടെ ഉപയോഗിക്കുക അനുരൂപയായ എന്നാണ്. അതുകൊണ്ട് തൈത്തിരീയോപനിഷത്തിലും അതാണ് വാക്ക്. അനുരൂപയായ സ്ത്രീയെ വിവാഹം കഴിക്കണം. സന്താന പരമ്പരകളെ നിലനിർത്തണം. സന്താനം ഉണ്ടായാലിങ്ങനെ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും മനുഷ്യവംശം തന്നെ ഇല്ലാതെയാവും. എല്ലാവരും കല്യാണം കഴിക്കാതിരുന്നാൽ പിന്നെ കുട്ടികളുണ്ടാവില്ല. പിന്നെ അതോടുകൂടി അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചില കാര്യങ്ങൾ പറയും. ഇതിപ്പോൾ എന്താ അങ്ങനെ വെച്ചാൽ അത് അങ്ങനെയാണ്. അപ്പൊ ചിലതൊക്കെ വിധികളാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബൈബിളിൽ 10 കൽപ്പനകളുണ്ട്. കക്കരുത്, അല്ലെങ്കിൽ മോഷ്ടിക്കരുത്. അതെന്താ വെച്ചാൽ അത് അങ്ങനെയാണ്. എന്താ കട്ടാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓക്കെ, യു അഗ്രി വിത്ത് മീ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ ഈ 4 അനുമാനമാണ് ഇപ്പം ഇത്. ഏത് പ്രിസംഷൻ എന്ന് പറയണത് അനുമാനം. നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടില്ലേ? അനുമിച്ചെടുക്കാറില്ലേ? ഇൻഫറൻസ് എന്നൊക്കെ പറയാം നമ്മുടെ നിയമത്തിന്റെ ഭാഷയിൽ. അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിളിൽ ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണെങ്കിൽ ഈ 2 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇതും കൂടെ നീട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് മൊത്തം ഇതുവരെ 180 ഉണ്ടാവും. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. ഇവിടെ ബോർഡിൽ വരച്ചിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ലൈൻ മാത്രം ഇങ്ങനെ നീട്ടിയ. അപ്പോൾ ഇവിടെ ഒരു ആംഗിളും കൂടി സൃഷ്ടിക്കപ്പെട്ടു. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇത് മൊത്തം 180 ഉണ്ടാകാൻ പറ്റുള്ളൂ. സോ ഇതാണ് പ്രിസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ന്യായശാസ്ത്രക്കാര് അനുമാനത്തിന് പറഞ്ഞു വെച്ചിട്ടുള്ള എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നിയമത്തിലോട്ട് കാണാം. അവിടെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ
കുറേ ദൂരെ പുക പോണത് കാണുകയാണ്. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുക പോണത് കാണുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആളുകൾ പറയുകയാണ്, അയ്യോ പർവ്വതത്തിന് തീ പിടിച്ചിട്ടുണ്ട്, കാടിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, പുകയും ഈ തീയും തമ്മിലൊരു ബന്ധമുണ്ട്. തീ ഇല്ലാതെ പുക ഉണ്ടാവില്ല. ഇപ്പം തീ ഇല്ലാണ്ട് പുക ഉണ്ടാക്കാൻ പറ്റും, അത് വേറെ കാര്യം. ഞാൻ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചിട്ടല്ല പറയണത്, പക്ഷെ ഇതൊരു അനുമാനമാണ്. അപ്പൊ പുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും? അവിടെ തീയുണ്ട്. തീ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തീയും ഈ പുകയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള. അപ്പോൾ തീയില്ലാതെ പുക ഉണ്ടാവില്ല, കാറ്റില്ലാതെ ഇല അനങ്ങില്ല എന്ന് പറയില്ലേ നമ്മൾ. ഈ വൈവാഹിക ബന്ധത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അത് കോൺട്രിബ്യൂട്ടറി ആയിരിക്കും. സാധാരണ ഭാര്യയും ഭർത്താവും നമ്മളുടെ അടി എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി ആയിരിക്കും. ഒരാൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, മറ്റാളുടെ ഭാഗത്തു നിന്നും കൂടി എന്തെങ്കിലും ഉണ്ടാവും. അവിടെ തന്നെ കോടതിയിൽ വരുമ്പോൾ അടുത്ത ജഡ്ജിമാർക്കും പ്രോസിക്യൂട്ടർക്കും വക്കീലിനും എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കോൺട്രിബ്യൂട്ടറി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കുറേശ്ശെ സംഭാവനകൾ ചേർന്നിട്ടാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കോളായിട്ട് മാറുന്നത്. സോ ഡിയർ വൺസ്, അപ്പോൾ പ്രിസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനം, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നിയമത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് എ ഗോൾഡൻ ചെയിൻ ഈസ് സ്റ്റോളൻ ഫ്രം ദ ഹൗസ് ഓഫ് എ and finally it is recovered from the house of B. And what is the presumption here? Either B has stolen the property or B has received the stolen property. These are the presumptions. ഇതാണ് നമ്മുടെ നിയമത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിന് ആ അനുമാനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പുക കണ്ടിട്ട് ഇവിടെ തീയുണ്ട്, അവിടെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ്, ഒരു ചെയൻ എയുടെ വീട്ടിൽ നിന്ന് കളവ് പോയി അത് ബിയുടെ വീട്ടിൽ നിന്ന് റിക്കവറി നടത്തി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഒന്നുകിൽ ബി കട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബി കട്ട മുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രിസംഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രിസംഷൻ ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രിസംഷൻ ഓഫ് ലോയും പ്രിസംഷൻ ഓഫ് ലോ, മറ്റേത് പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് ആണ്. അപ്പൊ ഈ പ്രിസംഷൻ ഓഫ് ഫാക്റ്റിനാണ് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. എന്താണ് പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുക കണ്ടിട്ട് തീയുണ്ട് എന്ന് പറയുക. അതല്ലെങ്കിൽ എയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ ചെയൻ ബിയുടെ വീട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു? ഒന്നുകിൽ ബി അത് കട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബി ആ കട്ട മുതൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പ്രിസംഷൻ ഓഫ് ഫാക്റ്റ്. ഇനി പ്രിസംഷൻ ഓഫ് ലോയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അതാണ് ഇറിബട്ടബിൾ പ്രിസംഷൻ. ഇറിബട്ടബിൾ പ്രിസംഷനും റിബട്ടബിൾ പ്രിസംഷൻ, ഈ രണ്ട് വാക്കുകളും മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. റിബട്ടബിൾ എന്ന് പറഞ്ഞാൽ മറിച്ചിടാൻ പറ്റണത്, ഇറിബട്ടബിൾ എന്ന് പറഞ്ഞാൽ മറിച്ചിടാൻ പറ്റാത്തത്. അപ്പൊ മറിച്ചിടബിൾ പ്രിസംഷൻ അതല്ലെങ്കിൽ റിബട്ടബിൾ പ്രിസംഷൻ എന്ന് പറയാം. ഇത് മറിച്ചിടാത്തബിൾ പ്രിസംഷൻ അല്ലെങ്കിൽ ഇറിബട്ടബിൾ പ്രിസംഷൻ എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ എവിഡൻസ് കൊണ്ടുവന്നിട്ട് മറിക്കാം. മറിച്ച് ഇതാണെങ്കിലോ ഒരു എവിഡൻസും കൊണ്ടുവന്നിട്ട് മറിച്ചിടാൻ പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞത്, ദ അലിഗേഷൻ ഇസ് ദാറ്റ് യു നോ മിസ്റ്റർ ടിൻഡുമോൻ. ടിൻഡുമോൻ എത്രയോ പ്രായം? 5 വയസ്സ്. ടിൻഡുമോൻ 5 വയസ്സുള്ള ടിൻഡുമോൻ്റെ കഥയൊക്കെ ഞാൻ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഓപ്പൺ ക്ലാസ് അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കഥ പറയാണ്, ഇത് റെക്കോർഡ് ചെയ്ത് പോകില്ല. ടിൻഡുമോൻ്റെ പുറത്തുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് ടിൻഡുമോൻ കണ്ടക്റ്റഡ് എ റേപ്പ്. ഇതാണ് അലിഗേഷൻ. എത്ര പ്രായം? 5 വയസ്സുള്ളത്. 5 വയസ്സുള്ള ടിൻഡുമോൻ റേപ്പിൽ പ്രതിയായി. കേസുക്കോ? കേസുക്കില്ല. കാരണം എന്താ? ഇന്ത്യൻ പീനൽ കോഡില് സെക്ഷൻ 82 പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഇല്ല. അവരെന്ത് ചെയ്താലും അത് കുറ്റകൃത്യേ ആവില്ല. അപ്പൊ 5 വയസ്സുള്ള ടിൻഡുമോൻ എന്തെങ്കിലും ചെയ്താൽ അത് കുറ്റകൃത്യമാവോ? കുറ്റകൃത്യമാവില്ല. അതുകൊണ്ട് അതിനെ എന്ത് പറയാം? നമുക്ക് ഇറിബട്ടബിൾ പ്രിസംഷൻ എന്ന് പറയാം. ഇനി മറിച്ച് ഈ റിബട്ടബിൾ പ്രിസംഷൻ ആണ് 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണെങ്കിൽ അവർക്കത് മനസ്സിലാകുമെങ്കിൽ കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാകില്ല എങ്കിൽ കുറ്റകൃത്യമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കുറ്റകൃത്യം അല്ല എന്ന് വെക്കുന്നു. പക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ട് ചെയ്തതാണെങ്കിൽ അപ്പോൾ അതിന് എവിഡൻസ് വന്നാൽ അത് റിബട്ട് ചെയ്തു പോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ പ്രിസംഷൻ ഓഫ് ലോയും അതുപോലെ ഇറിബട്ടബിൾ പ്രിസംഷൻ ഓഫ് ലോയൊക്കെ അവിടുന്ന് പ്രിസംഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയത്. സെക്ഷൻ 83യും 82യും ഇന്ത്യൻ പീനൽ കോഡിന് ഞാൻ പറഞ്ഞു മാത്രം. 82ലാണ് എന്ത് പറഞ്ഞത്? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അല്ല 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റകൃത്യം ചെയ്താൽ കുറ്റകൃത്യമല്ല. 7 വയസ്സിന് 83ആണ്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണെങ്കിൽ
അത് അവർക്ക് മനസ്സിലാകുമെങ്കിൽ കുറ്റകൃത്യമാണെന്ന് പറയും. ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ പ്രിസംഷനെ എന്തായിട്ട് തിരിക്കാം? പ്രിസംഷൻ ഓഫ് ലോയും പ്രിസംഷൻ ഓഫ് ഫാക്റ്റും. അതുപോലെ പ്രിസംഷൻ ഓഫ് ലോ തന്നെ ഇറിബട്ടബിളും റിബട്ടബിളും ആണ്. അങ്ങനെ അവിടെ ഷാൾ പ്രസ്യൂം എന്നൊക്കെയാണ്. മേ പ്രസ്യൂം എന്ന് പറഞ്ഞാൽ പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. എവിടെങ്കിലും മേ പ്രസ്യൂം എന്ന് കണ്ടാൽ, നിയമത്തിൽ എവിടെയെങ്കിലും മേ പ്രസ്യൂം എന്ന് കണ്ടാൽ അത് പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് ആണ്. ഷാൾ പ്രസ്യൂം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റിബട്ടബിൾ പ്രിസംഷൻ ആണ്. എവിടെയെങ്കിലും മറ്റേ കൺക്ലൂസീവ് പ്രൂഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇറിബട്ടബിൾ പ്രിസംഷൻ ആണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ തരാം, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇറിബട്ടബിൾ പ്രിസംഷൻ ആണ് കൺക്ലൂസീവ് പ്രൂഫ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ സെക്ഷൻ 4 കഴിഞ്ഞു, സെക്ഷൻ 5 തുടങ്ങി അടുത്ത ക്ലാസ് എടുക്കാം. ഞാൻ എന്തായാലും എൻ്റെ നമ്പറും കൂടി ഞാൻ പറയാം. 9847563476 എന്നുള്ളതാണ്. 9847563476 ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നെ വിളിക്കാം. വിളിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 7 മണി തുടങ്ങി ഒരു 10 മണി വരെയുള്ള സമയത്ത് വിളിക്കാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. അതാണ് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ഒരു പക്ഷേ എൻഗേജ്ഡ് ആയി പോകും. കോടതിയിലൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല.